ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളോട് സുശീലയുടെ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞപ്പോ അതെന്താ അമ്മയെന്ന് അവൾ എന്നോട് ചോദിച്ചു. തങ്കേച്ചിയുടെ അടുത്തേക്ക് തിരിച്ചു പോണോന്നാ ഞാൻ പറഞ്ഞേക്കുന്നേ. ഇതൊക്കെ അറിഞ്ഞ അവള് ചിലപ്പോ ബഹളം വെക്കും. നാളെ നോക്കിക്കോ, വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ബഹളം തന്നെയായിരിക്കും അവള്. ആളുകളെ ആയാലും വീടിനെ ആയാലും സ്നേഹിച്ചു പോയാ കുഴപ്പാ. നമ്മുടെ അവസാനത്തെ ദിവസ ഈ അടുക്കളയില്, അല്ലേടി? അലയാനുള്ള യോഗം ജാതകത്തിൽ തീർന്നിട്ടുണ്ടാവില്ല. ആ ജാതകമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അതിലല്ലേ കൃഷ്ണയും നമ്മളും ഒക്കെ കുടുങ്ങിപ്പോയത്. നാഗപ്രീതിയുള്ള കുട്ടി തറവാട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതോടെ നാഗശാപം എന്നേക്കുമായി ഇല്ലാതാകും. കൃഷ്ണ നാഗദേവതകളെ ആരാധിക്കുന്ന കുട്ടിയാ. നാഗദേവതകൾ അവളെ കൈവിടില്ല. അനുഗ്രഹം കിട്ടിയ കുട്ടിയവള്. കൃഷ്ണയുടെ രക്ഷയ്ക്ക് വേണ്ടി നീ യാതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സമാധാനമായിരിക്കെ. കൃഷ്ണ സഞ്ചരിക്കുന്നത് നേരായ പാതയില. അവൾക്ക് ഒരാപത്തും ഉണ്ടാവില്ല. എന്താ ഗോപാലേട്ടാ? അത് ഞാനൊരു സ്വപ്നം കണ്ടു സുനന്ദേ. സ്വപ്നത്തില് കൃഷ്ണയ്ക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. അല്ലാതെ ഇങ്ങനൊരു സ്വപ്നം എനിക്കുണ്ടാവില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നുള്ള വേദന ഗോപാലേട്ടന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ആലോചിച്ച് കിടന്നിട്ട് ഓരോന്ന് കാണുന്നതാ. അല്ല സുനന്ദേ, എനിക്കെന്തോ കൃഷ്ണമോളുടെ കാര്യത്തില് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു. അവൾക്ക് നല്ലത് വരുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ നോക്കിക്കോ സുനന്ദേ, നേരം വെളുക്കുമ്പോ എന്തെങ്കിലും ഒരു നല്ല വാർത്ത നമ്മളെ തേടി വരും. എനിക്കങ്ങനെയാ തോന്നുന്നത്.